ഹോമോസെക്ഷാലിറ്റിനെ എപ്പോഴും വരച്ച് കാണിക്കുന്ന ഒരു മോശം പദമായിട്ട് എപ്പോഴും ആൺകുട്ടികൾ സുഹൃത്തുക്കളായാലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവർ അതിനെ ഇതാക്കും. പലപ്പോഴും ഇത്തരം കണ്ടന്റ് ഉണ്ടാവുമ്പോൾ എപ്പോഴും അതിന് റീച്ച് കിട്ടുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മൾ അറിയുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ലൈക്ക് കൊടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം അത് എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. അത്ര എളുപ്പമല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട്. ലോകം ഒട്ടുക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാൾ പ്രശ്നം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ടിക്ടോക്ക് ഇപ്പോഴും മറ്റ് കൺട്രീസിലുണ്ട്. ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തമിഴ്നാട്ടിലൊക്കെ വളരെ ഭീകരമായിരുന്നു. ഒത്തിരി പേര് തമ്മിലുള്ള കോൺട്രവേഴ്സി, അത് സർക്കാർ തലത്തിൽ പോലും പരാതി എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേരളമാണെങ്കിൽ പോലും ഈ ട്രാൻസ്ജെൻഡർ ബില്ല് പാസ്സായതിനു ശേഷമാണല്ലോ ഇത്രയും റിസപ്റ്റീവ് ആവുന്ന ഒരു ഫേസിലേക്ക് എത്തിയത്. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി വേറെ സ്ഥലത്ത് ജീവിച്ച് തിരിച്ചു വന്നവരാണല്ലോ പകുതി മുക്കാൽ ആൾക്കാരും. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മൈഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറെ പേര് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ശരിക്കും. ഇല്ലെങ്കിൽ മരണത്തിന്റെ വക്കിലാണ് പലരും. ആ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാത്ത നാടാണെന്നെങ്കിലും പറഞ്ഞു ഓടിപ്പോകുന്നത്. അവിടെയെങ്കിലും സർവൈവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരോട് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇവിടെ പോളിസിയൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഓപ്പൺ ആയത്. ഇത് നമ്മൾ പറയുമ്പോൾ പോലും നമുക്ക് പണ്ട് മുതലേ കുറേ കാലം മുന്നേ തൊട്ടിട്ട് തന്നെ നമുക്കിപ്പോൾ 2 പെൺകുട്ടികൾ തൊട്ട് സഞ്ചാരം ഉണ്ടായി, പാപ്പിലോ ബുദ്ധി ഉണ്ടായി, അതുപോലെ ഒരുപാട് ദേശാടന അത് ക്ലാരിറ്റി കുറവായിരുന്നു അതിനകത്ത്, അങ്ങനെയാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വിചാരിക്കെങ്കിലും. പക്ഷെ കാബോഡിസ്കേപ്സ് വന്നു, അതിനുശേഷം തിരയിലൊരു ക്യാരക്ടർ ഇതിനുണ്ടായിരുന്നു. അങ്ങനെ 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 ആളൊരുക്കം, ഉടലാഴം, അങ്ങനെ പോകുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇപ്പം നമ്മൾ ഈ ഇഗ്നോറൻസ് ഇസ് നെവർ ജസ്റ്റിഫൈഡ് എനിവെയർ. പക്ഷേ ഈ ലിമിറ്റഡ് അത് എന്ന് ശീതളിന് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അരയും മുറിയും മുക്കാൽ കഷ്ണവും അറിയുന്ന വെച്ചിട്ട് എന്നാൽ പിന്നെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സിനിമകളിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ടേൺ ഔട്ട് ചെയ്യാന്ന് തോന്നിയിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നോട് പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇതൊക്കെ ചോദിക്കും, എന്താണ് കമ്മ്യൂണിറ്റി എല്ലാം ചോദിക്കും. പക്ഷേ ഇതെല്ലാം ചോദിച്ച് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് സിനിമ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന അബ്ദങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അപ്പോഴവർ പറയും ഇനി തിരുത്താൻ പറ്റില്ല എന്നുള്ളത് പറയും. കാരണം അവർക്ക് അത്രയും സാധ്യതയുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്പേസാണ്. അതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട, ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്.